പ്രിയമുള്ള വിദ്യാർത്ഥികളെ, +1 ഫസ്റ്റ് യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ യൂണിറ്റിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സി റൈറ്റ്സ് മിൽ, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ്സ് മില്ലിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതെന്തായെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി. അതുപോലെ തന്നെ പ്ലൂറാലിറ്റീസ് ആൻഡ് ഇനീക്വാലിറ്റീസ് എമംഗ് സൊസൈറ്റീസ്, സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന ബഹുസ്വരതയും അസമത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ബഹുസ്വരതയാണ് അസമത്വത്തിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് അമർത്യാസനെ പോലെയുള്ളവർ വാദിച്ചതും നമ്മൾ മനസ്സിലാക്കേണ്ടായി. ഇന്ന് പല വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മലയാള നോട്ട്സ് ഉൾപ്പെടെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻട്രഡ്യൂസിങ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തെ പരിചയപ്പെടുത്തൽ. വി ആൾറെഡി ഡൺ ഇൻ അവർ ഫസ്റ്റ് പാർട്ട്. ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ സോഷ്യോളജിയെ കുറിച്ചുള്ളൊരു ആമുഖം വളരെ നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു എലാബറേഷനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സമൂഹശാസ്ത്രത്തെ പരിചയപ്പെടുത്തുക അല്ലെ. അവിടെ നമ്മൾ കണ്ടു, സോഷ്യോളജി ഈസ് നോട്ട് ദി ഫസ്റ്റ് സബ്ജക്റ്റ് ടു സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പഠിച്ച ആദ്യ ശാസ്ത്രം സോഷ്യോളജി അല്ല, അല്ലേ? ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽക്ക് തന്നെ നടന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖൽദൂമിൻ്റെ പഠനം അദ്ദേഹം അവശേഷിച്ച് പോയത് ഇന്ന് കാണുന്ന സമൂഹശാസ്ത്രത്തിന് സമാനമായ ഒരു പഠന രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടു. AD 1406 തന്നെ. അപ്പോൾ ഇത്തരം തെളിവുകൾ നമുക്കുണ്ട്. അപ്പോൾ എന്താണ് സോഷ്യോളജി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ് ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ്. ഇറ്റ്സ് സബ്ജക്ട് മാറ്റർ ഈസ് അവർ ഓൺ ബിഹേവിയർ ആസ് എ സോഷ്യൽ ബീയിങ്. ഇതാണ് സമൂഹശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. മനുഷ്യഗണങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം, മനുഷ്യ സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ള പഠന വിഷയമാണ് സോഷ്യോളജി എന്നൊക്കെ നമ്മൾ കണ്ടു. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ അവൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് സമൂഹശാസ്ത്രം. ദി മെയിൻ സബ്ജക്റ്റ് മാറ്റർ, അല്ലേ? മനുഷ്യനൊരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ അവനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് സോഷ്യോളജിയുടെ പ്രധാന സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത്രയും 2 ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കിയത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സോഷ്യോളജി ഈസ് നോട്ട് ദി ഫസ്റ്റ് ടു സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റി ഓർ ഹ്യൂമൻ സോഷ്യൽ ലൈഫ്. മനുഷ്യ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പഠിച്ച ആദ്യത്തെ സബ്ജക്റ്റ് സോഷ്യോളജി അല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ബട്ട് സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയപരമായിട്ട് പഠിച്ച സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യോളജിയാണ്. അതൊക്കെ നമ്മൾ മുൻ ടോപ്പിക്കുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജി അല്ലാതെ വാട്ട് ആർ ദി മെത്തേഡ്സ്, വാട്ട് വേർ ദി മെത്തേഡ്സ് യൂസ്ഡ് ബിഫോർ ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി? ഇങ്ങനെ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓർക്കുന്നുണ്ടോ? ഫിലോസഫിക്കൽ മെത്തേഡ്, റിലീജിയസ് മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, എക്കണോമിക് മെത്തേഡ്, പൊളിറ്റിക്കൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു 5 മെത്തേഡ്സിനെ കുറിച്ച്, പഠന രീതിയെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫിലോസഫേഴ്സ്, റിലീജിയസ് പ്രീസ്റ്റ് ആൻഡ് ലെജിസ്ലേറ്റേഴ്സ്, ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന തത്വശാസ്ത്രജ്ഞന്മാരും മതപുരോഹിതന്മാരും അതുപോലെ തന്നെ നിയമനിർമ്മാതാക്കളും ഒക്കെ സമൂഹത്തെക്കുറിച്ചിട്ട് അവരുടേതായ രീതിയിലുള്ള ചർച്ചകൾ, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരം ചിന്തകളൊക്കെ നമുക്കറിയാം ശാസ്ത്രീയപരമായ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ തത്വശാസ്ത്രം ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ മതപരമായ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ലെജിസ്ലേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു സാമാന്യ ബോധ ചർച്ചകളായിരുന്നു അവരൊക്കെ നടത്തിയിട്ടുള്ളത്. ദി സോഷ്യോളജിക്കൽ സ്റ്റഡി ഈസ് ഡിഫറെന്റ് ഫ്രം ഫിലോസഫിക്കൽ, religious and the study conducted by the legislators. സമൂഹശാസ്ത്രപരമായ പഠനം എന്ന് പറയുന്നത് തത്വശാസ്ത്രപരമായ പഠനങ്ങളിൽ നിന്നും മതപരമായ പഠനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിയമനിർമ്മാതാക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നിയമപരമായ പഠനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ സോഷ്യോളജി ഈസ് ഡിഫറെന്റ് ഫ്രം ഫിലോസഫിക്കൽ ഓർ കോമൺ സെൻസ് നോളജ്. ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം സമൂഹശാസ്ത്രം എങ്ങനെയാണ് സാമാന്യബോധ വീക്ഷണങ്ങളായിട്ടുള്ള തത്വചിന്താപരമായ വീക്ഷണങ്ങളിൽ നിന്നും മതപരമായ ചിന്തകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഒബ്സർവേഷൻ ഓഫ് ഫിലോസഫിക്കൽ ഓർ ദി റിലീജിയസ് തിങ്കേഴ്സ് ആർ ഓഫൺ അബൌട്ട് വാട്ട് ഈസ് മോറൽ ഓർ ഇമ്മോറൽ ഇൻ ഹ്യൂമൻ ബിഹേവിയർ, അബൌട്ട് ദി ഡിസൈറബിൾ വേ ഓഫ് ലിവിങ്, അബൌട്ട് എ ഗുഡ് സൊസൈറ്റി. They emphasize norms and values. അപ്പോൾ തത്വശാസ്ത്രപരമായ ചിന്തകളും പഠനങ്ങളും മതപരമായ പഠനങ്ങളും ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരുന്നു, മൂല്യങ്ങളിലും വഴക്കങ്ങളിലും അധിഷ്ഠിതമായിരുന്നു എന്നുള്ളതാണ്.
എങ്ങനെ ആയിരിക്കണം സമൂഹം എന്നുള്ളത്, എന്താണ് ഒരു ധാർമ്മിക സമൂഹം, നല്ല സമൂഹം ഏതാണ്, നല്ല ജീവിത രീതി ഏതാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഇതിനടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരു നല്ല സമൂഹം, എന്തായിരിക്കണം ഒരു നല്ല ജീവിത രീതി, ധാർമ്മികത എന്താണ്, അധാർമികത എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഫിലോസഫിക്കൽ മെത്തേഡിലും റിലീജിയസ് മെത്തേഡിലും കൂടുതൽ പഠനവിധേയമാക്കിയിരുന്നത്, അതല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത്. ദ എംഫസൈസ്ഡ് വാല്യൂസ് ആൻഡ് നോംസ്. സമൂഹത്തിൽ നിലനിൽക്കേണ്ട മൂല്യങ്ങൾ എന്താണ്, വഴക്കങ്ങൾ എന്താണ്, നാട്ടുനടപ്പുകൾ എന്താണ്, ഇതിനൊക്കെയാണ് ഫിലോസഫിക്കൽ മെത്തേഡും റിലീജിയസ് മെത്തേഡും പ്രാധാന്യം നൽകിയിരുന്നത്. സോഷ്യോളജി is to concern itself with the norms and values, but its focus is not on norms and values as they ought to be, as goals that people should pursue. Its concern is with the way they function in actual societies. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമൂഹശാസ്ത്രം മൂല്യങ്ങൾക്കും നാട്ടുനടപ്പുകൾക്കും പ്രാധാന്യം നൽകുന്നില്ല, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതല്ല. സമൂഹശാസ്ത്രവും മൂല്യങ്ങൾക്കും വഴക്കങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതോടൊപ്പം, അല്ലെങ്കിൽ ഇന്നതാണ്, ഇതുപോലെ ജീവിക്കണം, ഇതാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നുള്ള ഒരു എംഫസിസ് കൊടുക്കാൻ സമൂഹശാസ്ത്രം ശ്രമിക്കുന്നില്ല. അതാണ് വ്യത്യാസം. മതങ്ങളും ഫിലോസഫിക്കൽ മെത്തേഡും പറയുന്നത് ഇതാണ് നല്ല വഴി, ഇതാണ് ഡിസൈറബിൾ വേ, ഇതാണ് നല്ല മാർഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിക്കുമ്പോൾ, സോഷ്യോളജി ഒരിക്കലും ഇതാണ് നമ്മൾ പിന്തുടരേണ്ട മൂല്യങ്ങളെന്നും ഇതാണ് നമ്മൾ പിന്തുടരേണ്ട വഴക്കങ്ങളും എന്നുള്ള ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വ്യത്യാസം. അപ്പൊ എന്താണ് റിലീജിയസ് ഫിലോസഫിക്കൽ മെത്തേഡും സോഷ്യോളജിക്കൽ മെത്തേഡും തമ്മിൽ വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോത്ത് ഓഫ് ദീസ് മെത്തേഡ്സ് are concerned or consider values and norms, but sociology does not consider the values and norms that should be followed by the society. സമൂഹം പിന്തുടരേണ്ട മൂല്യങ്ങൾ ഇതാണ്, വഴക്കങ്ങൾ ഇതാണ് എന്നുള്ളത് സമൂഹശാസ്ത്രം നിഷ്കർഷിക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ സോഷ്യോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ദി എംപെരിക്കൽ സ്റ്റഡി ഓഫ് സൊസൈറ്റീസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് വാട്ട് സോഷ്യോളജിസ്റ്റ് ഡു. മറ്റു പഠന രീതികളിൽ നിന്നും സമൂഹശാസ്ത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എംപെരിക്കൽ മെത്തേഡ്സ് ആണ്, എംപെരിക്കൽ സ്റ്റഡിയാണ്. എന്താ എംപെരിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ? അനുഭവസിദ്ധമായ പഠനങ്ങളാണ് സോഷ്യോളജി പിന്തുടരുന്നത്. മറ്റുള്ള മുകളിൽ പറഞ്ഞ പഠന കോമൺ സെൻസ് നോളജുകൾ, ഫിലോസഫിക്കൽ മെത്തേഡ്സ് ഒന്നും അനുഭവസിദ്ധമായ പഠന രീതികൾ ഫോളോ ചെയ്യുന്നില്ല. സോഷ്യോളജി ഫോർ എംപെരിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, അനുഭവസിദ്ധമായ പഠനം സോഷ്യോളജി പിന്തുടരുന്നു എന്നുള്ള ഒരു പ്രത്യേകത സമൂഹശാസ്ത്രത്തിന് ഉണ്ട്. ദി സോഷ്യോളജിസ്റ്റ് ഈസ് വില്ലിംഗ് ടു ഒബ്സർവ് ആൻഡ് കളക്ട് ഫൈൻഡിങ്സ് ഈവൻ ഇഫ് ദേ ആർ നോട്ട് ടു ഹെർ ഓർ ഹിസ് പേഴ്സണൽ ലൈക്കിംഗ്. അതായത് സമൂഹശാസ്ത്രജ്ഞർ, സോഷ്യോളജിസ്റ്റ്, അവർ പഠന വിധേയമാക്കുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും, അല്ലെങ്കിൽ അത് ഇഷ്ടങ്ങൾക്കെതിരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് അതിൽ അനിഷ്ടം തോന്നിയാൽ പോലും അത്തരം കാര്യങ്ങൾ പോലും പഠന വിധേയമാക്കുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും അല്ല സോഷ്യോളജിസ്റ്റ് പറയേണ്ടത്. ആസ് സച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ ആക്ച്വലായിട്ട് അവ എന്തോ ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, അത് നന്മയായിക്കോട്ടെ, തിന്മയായിക്കോട്ടെ, മോറൽ ആയിക്കോട്ടെ, ഇമ്മോറൽ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് നോട്ട് ദി കൺസേൺ ഓഫ് സോഷ്യോളജി. അപ്പൊ ആസ് സച്ച് തിങ്സ്, ആസ് സച്ച് കാര്യങ്ങൾ, വസ്തുക്കൾ യഥാവിധി നിലനിൽക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് സോഷ്യോളജിസ്റ്റിന്റെ പ്രധാന പ്രവൃത്തി, പ്രധാന രീതി. അപ്പൊ ഇത് അർത്ഥമാക്കുന്നത് ഒരു സമൂഹശാസ്ത്രജ്ഞൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവനോ അല്ലെങ്കിൽ അവൾക്കോ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും അതേ രീതിയിൽ പഠന വിധേയമാക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് പീറ്റർ ബർജർ മേക്സ് ആൻ unusual but effective comparison to make the point. ഇപ്പൊ മുകളിൽ പറഞ്ഞൊരു കാര്യം, സമൂഹശാസ്ത്രം എങ്ങനെയാണ് എംപെരിക്കൽ ആയിട്ടുള്ള പഠനമാണ് നടത്തുന്നത് എന്നുള്ളതിന്റെ തെളിയിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള പീറ്റർ ബർജർ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള, അസാധാരണമായ എന്നാൽ വളരെ ഫലവത്തായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നടത്തുന്നുണ്ട്. എന്താണ് താരതമ്യം? ദി സോഷ്യോളജിസ്റ്റ് ഈസ് എ സ്പൈ. ഹിസ് ഓർ ഹർ ജോബ് ഈസ് ടു റിപ്പോർട്ട് ആസ് അക്യുറേറ്റ്ലി as he or she can about a certain terrain. അദ്ദേഹം പറഞ്ഞത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിസ്റ്റ് ഒരു സ്പൈ ആണ്, ഒരു ചാരനാണ്. സമൂഹത്തിൽ നിൽക്കുന്ന കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അതിന് അദ്ദേഹം എക്സാമ്പിൾ പറയുന്നത്, യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ കക്ഷിയുടെ അല്ലെങ്കിൽ എതിരാളിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാരന്മാരെ, സ്പൈകളെ നിയോഗിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ പ്രത്യേകിച്ചും ചാരന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു, ഇന്നും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ചാരന്മാരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ യഥാവിധി അതിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൂട്ടിച്ചേർക്കാതെ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ശത്രു രാജ്യത്തെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കുന്നത്. ഇതുപോലെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു ചാരൻ, സ്പൈ ആണ് സോഷ്യോളജിസ്റ്റ് എന്നുള്ളത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള പീറ്റർ ബർജർ താരതമ്യം ചെയ്യുന്നത്. ഒരു സ്പൈനെ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സോഷ്യോളജിയുടെ പ്രധാന ധർമ്മമെന്ന് പീറ്റർ ബർജർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, സോഷ്യോളജി ഹാസ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ്സ് അണ്ടർസ്റ്റുഡ് ഇറ്റ്സെൽഫ് ആസ് എ സയൻസ്. Unlike common sensual observations or philosophical reflections or theological commentaries, sociology is about by scientific canons of procedures. നമ്മൾ നേരത്തെ കണ്ടു, സോഷ്യോളജി ഒരു ശാസ്ത്രമാണ്, അല്ലെ? സമൂഹശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്, ഒരു സോഷ്യൽ സയൻസ് ആണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ കോമൺ സെൻസ് നോളജ് പോലെയല്ല, ഫിലോസഫിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പോലെയല്ല, റിലീജിയസ് ആയിട്ടുള്ള പഠനങ്ങൾ പോലെയല്ല, ചില ശാസ്ത്രീയപരമായ പഠന രീതികളുടെ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ടാണ് സോഷ്യോളജി കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതാണ് പ്രധാന വ്യത്യാസം. ഫിലോസഫിക്കൽ മെത്തേഡും റിലീജിയസ് മെത്തേഡും അതുപോലെ തന്നെ ലെജിസ്ലേറ്റേഴ്സ് ഒക്കെ പഠനം നടത്തുന്നത് ദേ ഹാവ് നോ എ പ്രൊസീജിയർ, അല്ലെ? അവർക്ക് എന്തില്ല, ഒരു ചട്ടക്കൂടില്ല, ഒരു പ്രൊസീജിയർ ഇല്ല, ഒരു നടപടിക്രമമില്ല. ബട്ട് സോഷ്യോളജിസ്റ്റ് ഹാവ് എ പ്രൊസീജിയർ, എ സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊസീജിയർ. സമൂഹശാസ്ത്രജ്ഞന്മാര് പഠനം നടത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയപരമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു. ഇതാണ് ഫിലോസഫിക്കൽ മെത്തേഡും സോഷ്യോളജിയും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇറ്റ് മീൻസ് ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ദി സോഷ്യോളജിസ്റ്റ് അറൈവ്സ് അറ്റ് മസ്റ്റ് ബി അറൈവ്ഡ് അറ്റ് ത്രൂ ദി ഒബ്സർവേഷൻസ് ഓഫ് സർട്ടൻ റൂൾസ് ഓഫ് എവിഡൻസ് ദാറ്റ് അലൗസ് അതേഴ്സ് ടു ചെക്ക് ഓർ നോട്ട് ടു റിപ്പീറ്റ് ടു ഡെവലപ്പ് ഹിസ് ഓർ ഹെർ ഫൈൻഡിങ്സ് ഫർദർ. അതായത് ഒരു സോഷ്യോളജിസ്റ്റ്, സമൂഹശാസ്ത്രജ്ഞൻ കാര്യങ്ങൾ വിലയിരുത്തുന്നത്, കാര്യങ്ങളെക്കുറിച്ച് സാമാന്യവൽക്കരിക്കുന്നത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ള ശാസ്ത്രീയപരമായ പഠന രീതിയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ആര് വിലയിരുത്തുന്നത്? സോഷ്യോളജിസ്റ്റ്. മാത്രമല്ല, ഈ തെളിവുകൾ നമുക്ക് പിന്നീട് പ്രൂവ് ചെയ്യാൻ പറ്റുകയും തുടർ പഠനം നടത്തുന്ന ആളുകൾക്ക് ഇതേ റിസൾട്ടിൽ എത്തിച്ചേരാൻ ഈ നടപടിക്രമങ്ങളിലൂടെ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടെ സോഷ്യോളജിക്കൽ പഠനത്തിനുണ്ട്, രീതിക്കുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് sociology in its observation and analysis has to follow certain rules that can be checked upon by others. സമൂഹശാസ്ത്ര പഠന രീതികളിൽ ചില നിയമങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ചില നടപടിക്രമങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യാം, പരിശോധിച്ച് കണ്ടെത്താനുള്ള സാധ്യത സോഷ്യോളജിക്കൽ പഠനത്തിനുണ്ട്. ഇതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. കോമൺ സെൻസ് നോളജുകൾ, ഫിലോസഫിക്കൽ നോളജുകൾ, റിലീജിയസ് മെത്തേഡ്സുകൾ ഒക്കെ എന്താണ്? അതൊന്നും ശാസ്ത്രീയപരമായ അടിത്തറയിൽ ഉള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഹിയർ we are going to compare sociological knowledge and common sense knowledge. അപ്പോൾ നമ്മൾ കണ്ടെത്തി, അല്ലേ, ഇവിടെ റിലീജിയസ് മെത്തേഡുകളും ഫിലോസഫിക്കൽ മെത്തേഡുകളും ലെജിസ്ലേറ്റേഴ്സും കൊണ്ടുവന്ന വിവരങ്ങൾ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണ് എന്നും സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് പ്രത്യേക നിയമ ചട്ടക്കൂടിൽ നിന്നും ശാസ്ത്രീയപരമായി കണ്ടെത്തുന്നതാണ്. അതിനൊന്നുകൂടെ നമുക്ക് ബ്രീഫായിട്ട് ഇവിടെ വിലയിരുത്താം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജിക്കൽ നോളജ് ആൻഡ് കോമൺ സെൻസ് നോളജ്? We compare sociological knowledge to common sense knowledge, which will once again emphasize the role of methods, procedures and rules in the manner in which sociology conducts its observation of society. നമ്മളിവിടെ ശ്രമിക്കുന്നത് ഒരിക്കൽ കൂടി സമൂഹശാസ്ത്രം എങ്ങനെയാണ് വ്യക്തമായ നടപടിക്രമങ്ങളുടെയും ഒരു ചട്ടക്കൂടിന്റെയും ശാസ്ത്രീയപരമായ പിൻബലത്തിൽ പഠനങ്ങൾ നടത്തുന്നത്, ഇതൊന്നുകൂടെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ സെൻസ് നോളജിന്റെ രീതികൾ എന്താണ്, അതും കൂടെ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകും സോഷ്യോളജിക്കൽ നോളജും കോമൺ സെൻസ് നോളജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് പോകാം. ദി കോമൺ സെൻസ് explanations are generally based on naturalistic and or individualistic explanation. സാമാന്യബോധ വിജ്ഞാനം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന വിജ്ഞാനങ്ങളാണ്.
തികച്ചും വ്യക്തിപരമായും സ്വാഭാവികമായും ഉണ്ടാകുന്ന വിജ്ഞാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ സെൻസ് നോളേജ്, സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. എ നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ബിഹേവിയർ റെസ്റ്റ് ഓൺ അസംഷൻസ്. ഒരു വ്യക്തിക്ക് തന്റെ ചുറ്റുപാടുകളിൽ നിന്നും തന്റെ അറിവിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ചില ധാരണകളാണ്, ചില അസംഷൻസ് ആണ് എന്ത്? നാച്ചുറലിസ്റ്റിക് നോളേജ് അല്ലെങ്കിൽ കോമൺ സെൻസ് നോളേജ്. ഇപ്പൊ വ്യക്തി സ്വമേധയാ ഉണ്ടാക്കുന്ന ചില ധാരണകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ സെൻസ് നോളേജ് എന്ന് പറയും. ധാരണകളാണ്. കോമൺ സെൻസ് ഈസ് അൺറിഫ്ലക്റ്റീവ് സിൻസ് ഇറ്റ് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഓൺ ഒറിജിൻ. സാമാന്യബോധ വിജ്ഞാനത്തെ അൺറിഫ്ലക്റ്റീവ് എന്ന് പറയും. വിചിന്തനം ചെയ്യുന്നതല്ല, അത് വിചിന്തനം ചെയ്യുന്നതല്ല, അൺറിഫ്ലക്റ്റീവ് ആണ്, എന്നാൽ റിഫ്ലക്റ്റീവ് അല്ല. എന്താ അങ്ങനെ പറഞ്ഞാല്? In other words, it does not ask itself, why do I hold this view? ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അവിടെ ഇല്ല. ഒരു വ്യക്തി ഞാൻ എന്തിനാണ് ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്, ഞാൻ എന്തുകൊണ്ട് ഈ കാഴ്ചപ്പാട് ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വിജ്ഞാനമല്ല സാമാന്യബോധ വിജ്ഞാനം. സോ ഇറ്റ് ഈസ് അൺറിഫ്ലക്റ്റീവ്. വിചിന്തനത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. ദാറ്റ് മീൻസ് ദി കോമൺ സെൻസ് നോളജ് ഹാസ് നോ സയന്റിഫിക് ബേസ്. അതിന് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. ശാസ്ത്രീയപരമായി അത് തെളിയിക്കാൻ പറ്റില്ല, അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം വിജ്ഞാനങ്ങളെയാണ് സാമാന്യബോധ വിജ്ഞാനം എന്ന് പറയുന്നത്. ദെൻ സോഷ്യോളജിക്കൽ നോളേജോ? ഇനി സമൂഹശാസ്ത്രപരമായ വിജ്ഞാനമാണെങ്കിലോ? ഇറ്റ് ഈസ് സയന്റിഫിക്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അത് ശാസ്ത്രീയമാണ്, ശാസ്ത്രീയപരമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഇറ്റ് ഈസ് റിഫ്ലക്റ്റീവ്. എന്താ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ? വിചിന്തനത്തിന് പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തുകൊണ്ട് ഈ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തു, എന്തുകൊണ്ട് ഞാൻ ഈ കാഴ്ചപ്പാടിൽ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതാണ് ശാസ്ത്രീയപരമായ പഠനങ്ങൾ. അപ്പൊ ശാസ്ത്രീയമാണ്, ശാസ്ത്രീയ ഇൻവെസ്റ്റിഗേഷന്റെ അടിത്തറ അതിനുണ്ട്. അതിലെന്തുണ്ട്? റിഫ്ലക്റ്റീവ് ആണ്, അത് വിചിന്തനത്തിന് വിധേയമാക്കാൻ പറ്റുന്നതാണ് സോഷ്യോളജിക്കൽ നോളേജ് എന്നുള്ളതാണ് വ്യത്യാസം. ഇറ്റ് ഈസ് റിഫ്ലക്റ്റീവ്. ക്വസ്റ്റ്യനിങ് അപ്രോച്ച്. But sociological knowledge has questioning approach. Is this really so? നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത സോഷ്യോളജിക്കൽ നോളജിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കോമൺ സെൻസ് നോളജ് എന്താണ്, സോഷ്യോളജിക്കൽ നോളജ് എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ്. കോമൺ സെൻസ് നോളജ് ഹാസ് നോ സയന്റിഫിക് ബേസ്, ഇറ്റ് ഈസ് അൺറിഫ്ലക്റ്റീവ്. സോഷ്യോളജിക്കൽ നോളജ് ഈസ് ബേസ്ഡ് ഓൺ scientific investigation. It can be questioned. Our views can be questioned in sociological knowledge. അത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ നോളജും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. എങ്ങനെയാണ് ഒരു സോഷ്യോളജിക്കൽ നോളജ് വെച്ചിട്ട് അതുപോലെ തന്നെ സാമാന്യബോധ വിജ്ഞാനം വെച്ചിട്ട് ഒരു സാമൂഹിക പ്രതിഭാസത്തെ നമ്മൾ വിലയിരുത്തുന്നത്? അപ്പോൾ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വി ടേക്ക് ദി കേസ് ഓഫ് പോവർട്ടി. ഇൻ ദി കേസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് പോവേർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാമൂഹിക വസ്തുത, ഒരു സാമൂഹിക പ്രതിഭാസമാണ്. അതിനെ നമ്മൾ സാമാന്യബോധ വിജ്ഞാനത്തിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ശാസ്ത്രീയമായി സാമൂഹ്യശാസ്ത്രമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണം നമുക്കിവിടെ പറയാം. സോഷ്യോളജിസ്റ്റ് ജയറാം അദ്ദേഹത്തിന്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്താണ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ, എന്താണ് കോമൺ സെൻസ് എക്സ്പ്ലനേഷൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഓഫ് പോവർട്ടി, ഫസ്റ്റ് ഭാഗത്ത് എക്സ്പ്ലനേഷൻ ഓഫ് പോവർട്ടി. നാച്ചുറലിസ്റ്റിക്, കോമൺ സെൻസ്. എങ്ങനെയാണ് നാച്ചുറലിസ്റ്റിക് പറയുന്നത്? ദി പീപ്പിൾ ആർ പുവർ ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് വർക്ക്, കം ഫ്രം പ്രോബ്ലം ഫാമിലീസ്, ദേ ആർ അണേബിൾ ടു ബഡ്ജറ്റ് പ്രോപ്പർലി, സഫർ ഫ്രം ലോ ഇന്റലിജൻസ് ആൻഡ് ഷിഫ്റ്റ്ലെസ്നെസ്. ദാരിദ്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് എന്താ? ജനങ്ങൾ ജോലി ചെയ്യാൻ ഭയപ്പെടുന്നു, അവർ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്, അവർ ബുദ്ധി കുറഞ്ഞ ആളുകളാണ്, അവർ അവരുടെ ബജറ്റുകളെ കുറിച്ച് വിലയിരുത്തുന്നതിൽ, കണക്ക് കൂട്ടുന്നതിൽ പരാജയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളാണ് കോമൺ സെൻസ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ സോഷ്യോളജിക്കലായിട്ട് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്? ലെറ്റ് us see. Sociological explanation is the contemporary poverty is caused by the structure of inequality in class society and is experienced by those who suffer from chronic irregularity of work and low wages. സമൂഹശാസ്ത്രപരമായി ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളും ജനങ്ങൾക്ക് നിരന്തരമായി തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ കുറഞ്ഞ വേതനം,
ഇതൊക്കെ സാമൂഹികമായ കാരണങ്ങളാണ്. കുറഞ്ഞ വേതനമാണ്, അതുപോലെ തന്നെ നിരന്തരമായ തൊഴിലില്ലായ്മയാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമെന്ന് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പോവർട്ടിയെ തന്നെ നമ്മൾ രണ്ട് കാഴ്ചപ്പാടിലൂടെ കണ്ടത് മനസ്സിലായല്ലോ. എങ്ങനെയൊക്കെയാണ്? പിന്നെ മലയാളത്തിലെ നോട്ട്സ് ഉണ്ട്, ആ മലയാളത്തിലേക്ക് ശ്രദ്ധിക്കുക. സാമാന്യബോധ വീക്ഷണത്തിലൂടെ പറയുന്നത് അവർ ജോലി ചെയ്യാൻ ഭയപ്പെടുന്നു, അവർ പ്രശ്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, വരവ് ചെലവുകൾ കൃത്യമായി കണക്ക് കൂട്ടാൻ അവർക്ക് പ്രാപ്തിയില്ല, ബുദ്ധിക്കുറവും സൂക്ഷ്മതയില്ലായ്മയുമാണ് ജനങ്ങളുടെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമെന്ന് സാമാന്യബോധ വീക്ഷണം പറയുമ്പോൾ സോഷ്യോളജിക്കൽ കാഴ്ചപ്പാട് എന്താണ് പറയുന്നത്? വർഗ സമൂഹത്തിലെ അസമത്വമാണ് സമകാലിക ദാരിദ്ര്യത്തിനുള്ള കാരണം. സ്ഥിരമായ തൊഴിലില്ലാത്തവരും കുറഞ്ഞ വേതനമുള്ളവരുമാണ് ഇത് അനുഭവിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൗ സോഷ്യോളജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി തിയോളജിക്കൽ, റിലീജിയസ് ആൻഡ് ദി നോളജ് ഓഫ് given by legislators, and also the difference between common sense knowledge and sociological knowledge. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നോട്ടുകൾ കുറിച്ച് വെക്കുക. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി വരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടും സോഷ്യോളജിക്കലായ കാഴ്ചപ്പാടും എഴുതാനൊക്കെ ചോദിക്കാം. അപ്പം എങ്ങനെയാണ് സോഷ്യോളജിക്കലായിട്ടൊരു സാമൂഹ്യ പ്രതിഭാസത്തെ വിലയിരുത്തുന്നത്, എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് വിലയിരുത്തുന്നത്? ഓക്കെ, അപ്പോൾ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായ തെളിവുകളുടെയും അന്വേഷണത്തിൻ്റെയും ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. നാച്ചുറലിസ്റ്റിക് ആണ്, വ്യക്തിപരമായിട്ടുള്ളതാണ് എന്ത് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അത് അസംഷൻസ് ആണ്, നമ്മൾ ഉണ്ടാക്കുന്ന ധാരണകളാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ.